അങ്ങനെ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്തായാലും അതിൻ്റെ കണക്ഷനൊക്കെ ഓക്കെയാണ്. നമ്മൾ കണ്ട വാല്യൂ കൂടുതലാണ്. അതുകൊണ്ട് അതിപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ട്രിപ്പിങ് ആവണില്ലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ വാൽവൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഷീറ്റ് എന്ന് പറഞ്ഞ വെള്ളം കറക്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് വീഴണം. അതങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ അകത്തൂടെ ലീക്ക് ഉണ്ടാവും. അപ്പോഴും ട്രിപ്പാവും. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം സുഹൃത്തുക്കളെ. എവർക്കും ഇൻസ്റ്റ ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വന്ന വീഡിയോയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഉള്ള വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായത്. കാര്യം മറ്റൊന്നും കൊണ്ടിട്ടല്ല, നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയാകുന്നു. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീഡിയോ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അത്തരത്തിലുള്ള വീഡിയോസാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ വരെ ഒരു 4-5 വീഡിയോസായിട്ട് അത്തരത്തിലുള്ള വീഡിയോസാണ് വന്നിട്ടത്. കണ്ടന്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രീഫ് ചെയ്ത് പറയാൻ പറ്റിയിട്ടുള്ളൊരു സാഹചര്യം എന്തായാലും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു 2 RCB വെച്ചിട്ടുള്ള സർക്യൂട്ടിൽ ട്രിപ്പിംഗ് ഉണ്ടാകുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 2 RCBകൾ ഇടയ്ക്കിടെ മാറി ട്രിപ്പിംഗ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടത്. കാര്യം എന്താ വെച്ചാൽ ഒരു 10-20ഓളം വീഡിയോസ് പെൻഡിങ് ഉണ്ട് നിലവിൽ. പിന്നെ ചെയ്യാമെന്ന രീതി മാറ്റിവെച്ചതാണ്. അപ്പോൾ അത്രയും പെൻഡിങ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് കൊടുത്തിട്ട് 4 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂരിലേക്ക് വിളിച്ചതാണ്. അപ്പോൾ ആ തൃശ്ശൂരിൽ ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണേ. 3 RCB വെച്ചിട്ടുള്ള സർക്യൂട്ടാണ് അവിടെ പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് മെയിൻലി, അതേപോലെ തന്നെ രണ്ടാമത് UPC ഇൻവെർട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷനും, മൂന്നാമത്തേത് നമ്മുടെ ലൈറ്റിംഗ് സെക്ഷനും പവറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 3 രീതിയിലാണ് അവിടെ നമുക്ക് RCBകൾ സെറ്റ് ചെയ്തിരുന്നത്. 30 mA 3 RCBകൾ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ വയറിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് കണ്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ RCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് IR വാല്യൂ ടെസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുക. RCB ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ പല സുഹൃത്തുക്കളും നമ്മളെ വിളിക്കാറുണ്ട്, അവരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് കൂട്ടത്തിൽ. പക്ഷേ നമ്മളിങ്ങനെ പല സ്ഥലത്തും പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇങ്ങനെ ഒരു ട്രെയിനിങ് പർപ്പസിന് കൊണ്ടുപോകുക എന്നുള്ള കാര്യം നടക്കുന്ന കേസല്ല. നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത്രയും ഒരു ഷോർട്ട് ടൈം പീരീഡിലാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ട്രിപ്പിംഗ് ഇഷ്യൂസ് നമ്മൾ പരിഹരിച്ച് പോരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ കൂടി നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു ടൈമിങ് കാര്യങ്ങൾ കിട്ടാണ്ട് വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പല ആവശ്യങ്ങൾക്കും വിളിക്കുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്കായിട്ട് ഞാനൊരു മെമ്പേഴ്സ് ഉള്ളി സെക്ഷനിൽ RCB ട്രിപ്പിങ്ങിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. എന്താണ് RCB, എന്തുകൊണ്ടത് ട്രിപ്പിംഗ് ആകുന്നു എന്നുള്ള കാരണങ്ങൾ മുതൽ നമുക്ക് പല രീതിയിലുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് കാര്യങ്ങൾ, ഇൻസുലേഷൻ ടെസ്റ്റിങ്ങും അതേപോലെ തന്നെ ലീക്കേജ് ടെസ്റ്റിംഗ്, അതേപോലുള്ള കാര്യങ്ങൾ, എർത്ത് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള വീഡിയോസ് നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടുത്തെ ട്രിപ്പിംഗ് ഇഷ്യൂവിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ കാണാം. അതോടൊപ്പം ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ലീക്കേജ് സംഭവിക്കുന്നു എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാര്യം എന്ന് വെച്ചാൽ RCB ട്രിപ്പിംഗ് ആണ്. ഇനി നമുക്ക് നമ്മുടെ MCB സെക്ഷനുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന MCBയുടെ റേറ്റിംഗ്സ് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. കാര്യം എന്ന് വെച്ചാൽ ഇത് നോക്കി വെച്ചാൽ നമുക്ക് പവർ സെക്ഷൻ ഉള്ളതിനെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓണാക്കി അവിടെ പുറത്ത് പോകല്ലേ. ഇത് മീറ്റർ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള RCB ആണ്. ഹാഗറിന്റെ 30 mA RCB ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്കിവിടെ ന്യൂട്രലിന്റെ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ന്യൂട്രലിനെ മറ്റൊരു എർത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂട്രലിനെ പിടിച്ച് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത്. ഇതൊരു നല്ല മെത്തേഡ് അല്ല. എന്തായാലും നമുക്ക് IR വാല്യൂസ് ചെക്ക് ചെയ്ത് അതിന്റെ വാല്യൂസ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എവിടെയാണ് നമുക്ക് ഷോർട്ടിംഗ് ഉള്ളതെന്ന് നോക്കി മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, അതൊക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ വളരെ ഹൈ ആയിട്ടുള്ള മെഗർ വാല്യൂ ആണ് എല്ലാ കേബിളും കാണിക്കുന്നത്. നമ്മൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ ഷോർട്ടിങ് കാണിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ അഴിച്ചിട്ട് എല്ലാ വയറുകളും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലിപ്പ് വിട്ടുപോയി കേട്ടോ. അപ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഓരോ കേബിളുകൾ ചെക്ക് ചെയ്യുമ്പോഴും ആ കേബിളുകളിലൊക്കെ ഹൈ ആയിട്ടുള്ള വാല്യൂ ഉള്ളത് നമുക്കൊരു 0 ഷോർട്ടിങ് കിട്ടിക്കൊണ്ടിട്ടാണ് നമ്മൾ ഓരോ കേബിളുകളായിട്ട് അഴിച്ച് ചെക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളത്. ഓക്കെ, എൻ്റെ അകത്തൊരു 3 ഉണ്ട്. കൈ നോക്കണുണ്ട്. ഇവിടെ 0 ആണ് അവിടെ കിടക്കണം. കൈയിട്ട് കൂട്ടത്
ഓക്കെ അല്ലേ? ഉള്ളിൽ പറഞ്ഞോണ്ട് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂട്രലുമായിട്ട് നോക്കാം. ഇവിടുത്തെ മെയിൻ ന്യൂട്രൽ, ബാക്കി ന്യൂട്രലൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ മെയിൻ ന്യൂട്രലായിട്ട് നോക്കുമ്പോൾ 500 വോട്ടിൽ തന്നെ അടിക്കും. 500 അടിച്ചു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വാല്യൂ ഉണ്ട് 0.88, 89, 531 വോൾട്ടും ഉണ്ട്. ഓക്കെ, ഫാൾട്ടി ആയിട്ടുള്ള ഈ ഒരു സാധനത്തോട്ട് നോക്കുമ്പോൾ 4 ഉണ്ട്. ഓക്കെ, 3 എന്ന് പറയുമ്പോൾ ഡെഡ് ഷോട്ടാണ്. ഇപ്പോൾ ഈ RCCB ട്രിപ്പാണ്. ഇതിൻ്റെ 3 സർക്യൂട്ടുകൾ, ഒന്ന് R ഫേസ് ഇവിടെ, Y ഫേസ് ഇവിടെ, ബ്ലൂ ഫേസ് ഇവിടെ. ഈ ബ്ലൂവിനെ ഒന്ന് ഇങ്ങോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരെയുണ്ട്. ഇനി ഈ സെക്ഷൻ്റെ MCB ഔട്ട്സിൽ നമുക്കൊന്ന് നോക്കാം. പക്ഷെ അത് 500 ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു 100 ചെയ്യാം. ഓക്കെ, ഈ 100 ചെയ്താലും ഇവിടെ ഇതിൽ ഫാൾട്ടിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ടിങ് കിട്ടുള്ളൂ. കണ്ടോ, 500 ചെയ്താലും 100 ചെയ്താലും വാല്യൂ സെയിം ആണ്. ഷോർട്ടിങ് 0.3 തന്നെ കാണിക്കണം, 0.3 ആണ്. ഇനി നമുക്ക് MCBയുടെ ഔട്ടിൽ നോക്കാം, ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഇവിടെ ഇല്ല, 108 ആണ്, 108 ആണ്, 108 ആണ്, 108 ആണ്, ഇവിടെ 108 ആണ്, ഇത് 108 ആണ്, ഇത് 108 ആണ്, ഇത് 108 ആണ്, ഇവിടെ 108 ആണ്, ഇവിടെ 108 ആണ്. ഇത് രണ്ടെണ്ണം ഇൻവെർട്ടർ സെക്ഷനാണ്. ഇനി ഇങ്ങോട്ട് നോക്കാം, അവിടെ 108 ആണ്, ഇവിടെ ഷോർട്ടാണ്. ഈ MCB ആണ് നമുക്ക് സർക്യൂട്ടിൻ്റെ ആണ് ഈ ന്യൂട്രൽ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അടുത്ത വേറെ എന്തെങ്കിലുമായിട്ട് ബന്ധമുണ്ടോയെന്ന് നോക്കാം. ാണത് ഒന്നുമില്ല. ഇവിടെ ഇത്തിരി കുറവുള്ള സർക്യൂട്ട് കൂടിയാണ് ഈ ഒരു MCB കേട്ടോ. 2.5 ഇതുകൂടി നോക്കണം. ഇത് ചിലപ്പോൾ ഇടയ്ക്ക് ട്രിപ്പിങ് ഉണ്ടാക്കും. ഇതുമായിട്ട് ബന്ധമുള്ള ഒരു 31 ആണ്, അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഈ 0 ഇതാണ്. ഓക്കെ, അത് ചെക്ക് ചെയ്താൽ മതി. അവിടെ ട്രിപ്പാണോ? ആ, ഓണാക്ക്, നിൽക്കാൻ സാധ്യതയില്ല, ഓണാക്കി നോക്ക്. നിന്ന് ഹോൾഡ് ചെയ്യട്ടെ. ഞാനിവിടെ ഓണാക്കുമ്പോൾ അവിടെ ട്രിപ്പ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ ട്രിപ്പായി. അവിടെ ട്രിപ്പായോ? ഇല്ല. ഹോൾഡ് ചെയ്യാം, അങ്ങനെ നിൽക്കട്ടെ. ട്രിപ്പായോ? ഓക്കെ, അല്ലേ? ട്രിപ്പായി പോയില്ലേ? ട്രിപ്പായില്ലേ? ട്രിപ്പായില്ലേ? ആ, അത് ഓണാക്കിക്കോ. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ട്രിപ്പ് ആണ്ടാ നോക്കിയോടാ. പോയാ? ഓക്കെ, അവിടെ നിന്നോ. നമ്മൾ ആ ഫാൾട്ട് കണ്ടുപിടിച്ച് റെക്ടിഫൈ ചെയ്തതിന് ശേഷം ആ ഫാൾട്ട് ആയിരുന്ന കേബിളിലെ മെഗർ വാല്യൂസ് ഒന്ന് നോക്കാം. 150 മെഗോംസിനടുത്തേക്ക് അതിൻ്റെ മെഗർ വാല്യൂസ് ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായിരുന്നു ആ ഫാൾട്ട് എന്നുള്ള കാര്യങ്ങളോട് നോക്കാം. ഇതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം ആ ഫാൾട്ടായിട്ടുള്ള സാഹചര്യങ്ങളോട് കാണിച്ചു തരാം. 194 മെഗോംസിനടുത്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ന്യൂട്രൽ ഗ്രൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ന്യൂട്രൽ നമ്മൾ ഇൻകമർ സൈഡിൽ കണ്ടു. ഇൻകമർ സൈഡിൽ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അവിടെ ട്രിപ്പിംഗ് സംഭവിക്കുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആ ന്യൂട്രൽ ഗ്രൗണ്ട് ഇരിക്കുന്നത് കൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് നിലനിൽക്കും.
പിന്നെ പുറത്ത് ഹൈ ആയിട്ട് വോൾട്ടേജ് ഹൈ ആകുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ട്രിപ്പിംഗ് സംഭവിക്കുക. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മോട്ടറുകൾ കാര്യങ്ങൾ ഇവിടെ ട്രിപ്പിംഗ് ഇഷ്യൂ നോക്കാൻ വന്ന സുഹൃത്തുക്കൾ അത് ഊരി വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ന്യൂട്രൽ ഗ്രൗണ്ടിങ് ആകുന്ന സാഹചര്യം ഈ മോട്ടർ ഓൺ ആക്കുന്ന സമയത്തൊക്കെ സംഭവിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോട്ടറുകൾ അതേപോലെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റൺ ചെയ്യുന്ന സാഹചര്യത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ ന്യൂട്രൽ വോൾട്ടേജ് നോർമലായിട്ട് ഹൈ ആവും. നമ്മുടെ ബിൽഡിങ്ങിനകത്ത് ന്യൂട്രൽ വോൾട്ടേജ് ചെറിയ രീതിയിൽ ഹൈ ആവും ഹെവി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് റൺ ചെയ്യുന്ന സമയത്ത്. ആ ഹൈ ആകുന്ന സാഹചര്യത്തിൽ ഇവിടെ ഗ്രൗണ്ടിങ് ആയി കിടക്കുന്ന ന്യൂട്രലിലൂടെ ഒരു ഫ്ലോ ഉണ്ടാവുകയും RCCB ട്രിപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ആ മോട്ടറിന്റെ ഫാൾട്ട് കൊണ്ടിട്ടല്ല. അപ്പോൾ അങ്ങനെ മോട്ടറിന്റെ ഫാൾട്ട് ആണെന്ന് കരുതി വെച്ചിട്ട് മാറ്റിവെച്ച മോട്ടറുകൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം IR വാല്യൂ ചെക്ക് ചെയ്തതിന് ശേഷം ഓണാക്കി കൊടുക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് കണ്ട 47 പോയിന്റ് സംതിങ് ഉണ്ട്, കണ്ടോ? 531 ഉണ്ട്, 47 531. അപ്പുറത്ത് നമ്മൾ കൊടുത്തേ 539. ഇതിൻ്റെ വയർ ഊരിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, ഒന്ന് നോക്കി. അല്ലെങ്കിൽ ഈ ഡെൻഫോസിൻ്റെ സ്വിച്ചിൽ കട്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇവിടെ കണക്റ്റഡ് ആണ്. ഇവിടെ ഇത് അയച്ചു നോക്കി, അതിന് കുഴപ്പമില്ല. ഇപ്പം എന്തായാലും എൻ്റെ കണക്ഷനൊക്കെ ഓക്കെയാണ്. നമ്മൾ കണ്ട വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് അത് ഓണാക്കി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ട്രിപ്പിംഗ് ആവണില്ലല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നമല്ല. പിന്നെ ഇതിൻ്റെ വാൽവൊക്കെ ഓപ്പൺ ചെയ്തിട്ട് സംഭവം ഇതാക്കിയാൽ മതി. ഒരു കാര്യം ചെയ്യും, ഇത് പുള്ളിനെ കൊണ്ട് തന്നെ കുത്തിച്ചാൽ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതേപോലെ മോട്ടറുകളുടെ ഫാൾട്ടാണെന്ന് കരുതി മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ അതിന് നമുക്ക് IR വാല്യൂ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഇത് ചെയ്ത ടെക്നീഷ്യന്മാരെ ഞാൻ തെറ്റ് പറയുകയല്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ മോട്ടറിൻ്റെ ഫാൾട്ടാണെന്ന് നമുക്ക് തോന്നുള്ളൂ. ആ മോട്ടർ കുത്തി ഓണാക്കുന്ന സമയത്ത് ട്രിപ്പിംഗ് ഉണ്ടാകുമ്പോൾ മോട്ടറിൻ്റെ ഫാൾട്ടാണെന്ന് നമ്മൾ കരുതുള്ളൂ. പക്ഷേ ഇതേപോലുള്ള ചില സാഹചര്യങ്ങൾ കൂടി അതിൻ്റെ അകത്ത് വരും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു എക്യുപ്മെൻറ്റ് കുത്തി ഓണാക്കുമ്പോൾ ട്രിപ്പ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ കരുതുന്നത് ആ എക്യുപ്മെൻറ്റിൻ്റെ ഫാൾട്ടാണെന്നാണ്. പക്ഷേ ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകളുടെ കേസിൽ വരുമ്പോൾ അത് റൺ ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ വോൾട്ടേജ് ഹൈ ആകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. ആ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ചില ട്രിപ്പിങ്ങുകളിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, എർത്ത് ന്യൂട്രലി ടെസ്റ്റ്. ഓക്കെ, കണ്ടോ? കറക്റ്റ് ഷോട്ടാണ്. ഇവിടെ എന്തായാലും മോട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിരുന്നില്ല. ഇവിടെ ജഗ്വാറിൻ്റെ സ്റ്റീം ബാത്ത് മെഷീൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ന്യൂട്രൽ ഗ്രൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു അവിടുത്തെ RCCB ട്രിപ്പിങ്ങിന് കാരണമായിക്കൊണ്ടിരുന്നത്. പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കേസ് കൂടി ആ വീട്ടിലുണ്ട്. കാര്യം അവിടെ ഇൻകമർ സൈഡിൽ ന്യൂട്രലിനെ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് ഞങ്ങളുടെ സർവീസ് കേബിളുകൾ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെ കൂട്ടും. മീറ്റർ ബില്ലിങ്ങും ചെറിയ രീതിയിൽ ഹൈ ആയി പോകാനുള്ള സാഹചര്യം ആ ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മൂലമുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ന്യൂട്രൽ ഗ്രൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റിലാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ വീടിനകത്തേക്ക് മീറ്ററിന് ഔട്ട്പുട്ട് വന്നതിന് ശേഷമുള്ള ഭാഗത്ത് നമ്മൾ ഒരിക്കലും ന്യൂട്രൽ ഗ്രൗണ്ടിങ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കേസ് കൂടി അവിടെ മാറ്റി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇത് ഷീറ്റ് എന്ന് തന്നെ വെള്ളം കറക്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് വീഴും. അതങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ അകത്തൂടെ ലീക്ക് ഉണ്ടാവും. അപ്പോഴും ട്രിപ്പാവും.